എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. ഇന്നൊരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇതൊരു ഗോവൻ സ്റ്റൈൽ റെസിപ്പിയാണ്. സാധാരണ ഗോവയിൽ ക്രിസ്മസ് കാലത്ത് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. കോർമൊലാസ് അതാണ് ഇതിൻ്റെ പേര്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് മൈദയാണ്. 1 കപ്പ് മൈദയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അടുത്തത് മുട്ടയുടെ വെള്ളയാണ്. 1 മുട്ടയുടെ വെള്ള. അത് 1 കപ്പ് മൈദയ്ക്കാണ് നമ്മൾ 1 മുട്ടയുടെ വെള്ള ചേർക്കുന്നത്. 2 കപ്പ് മൈദയാണെങ്കിൽ 1 മുട്ട അങ്ങനെ തന്നെ മഞ്ഞയോട് കൂടിയിട്ട് തന്നെ ചേർക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് തേങ്ങാപ്പാലാണ്. അതൊരു 1/4 കപ്പോളം. അത് നമ്മൾ കുഴയ്ക്കുമ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് നമുക്ക് ചേർക്കാം. പിന്നെ 1 നുള്ളു ഉപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് പൊടിച്ച പഞ്ചസാര. അതൊരു 1/3 കപ്പ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് നോക്കിയിട്ട് നമ്മൾ മധുരം നോക്കിയിട്ട് ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം നെയ്യ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ സ്നാക്സിന് ആവശ്യമുള്ളത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. നമ്മളൊരു പാത്രത്തിൽ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഓരോ ഇൻഗ്രീഡിയൻസും ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ചേർക്കുന്നത് ഉപ്പാണ്. 1 നുള്ളുപ്പ് അത്ര മതി. പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നെയ്യാണ്. ഒരു 1/2 ടീസ്പൂണോളം നെയ്യ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് പഞ്ചസാരയാണ്. അപ്പം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പൊടിച്ച പഞ്ചസാരയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 1/3 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരു 3.5 ടേബിൾ സ്പൂണോളം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓവർ മധുരം ഇല്ലാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് കുഴച്ചെടുക്കണം. അപ്പം നമ്മൾ ഇതിലേക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ മുട്ടയുടെ വെള്ളയും അതുപോലെ തേങ്ങാപ്പാലും ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് കുഴച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് മുട്ടയുടെ വെള്ള ചേർക്കാൻ പോവുകയാണ്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് മുട്ടയുടെ വെള്ള ചേർക്കുന്നത്. മുട്ടയുടെ വെള്ള ചേർത്ത ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ 1/4 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് മുഴുവൻ ചേർക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഒരു ചപ്പാത്തിയുടെ ഒക്കെ മാവ് കുഴയ്ക്കുന്ന ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കാം. മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. അതിനുശേഷം നമുക്ക് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് പരത്തിയെടുക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ കുറച്ച് മൈദ കൂടി ഒന്ന് വെതറി കൊടുക്കാം. ഇനി അതിലേക്ക് വെച്ച ശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു 4 പോർഷനായിട്ട് മാറ്റുകയാണ്. പിന്നീട് അത് നമുക്ക് ഓരോ പോർഷൻ നന്നായിട്ടൊന്ന് ചപ്പാത്തി പോലെ പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ പോർഷൻ പരത്താൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ ഇട്ട ശേഷം നന്നായിട്ട് ഒരു ചപ്പാത്തി പരത്തുന്ന അതേ രീതിയിൽ പരത്തിയെടുക്കാം. വളരെ നൈസായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ മാവ് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് മുറിച്ചെടുക്കാൻ പോവുകയാണ്. ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയിട്ടാണ് നമുക്ക് മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ മുറിച്ച ശേഷം പിന്നീട് ക്രോസായിട്ട് ചതുരത്തിൽ മുറിച്ചെടുക്കാം. ഈ ഒരു സ്നാക്സിന് പ്രത്യേക ഒരു ഷേപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. ഈ എടുത്തിരിക്കുന്ന ചതുര കഷ്ണത്തിൻ്റെ 2 അറ്റവും ഇതേപോലെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നീട് ബാക്കിയുള്ള 2 അറ്റങ്ങളും ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശരിക്കും നമുക്കൊരു ശംഖിൻ്റെയൊക്കെ പോലെയുള്ള ഒരു ഷേപ്പ് കിട്ടും. ഇതാണ് ഈ ഒരു സ്നാക്സിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഷേപ്പാക്കി എടുത്ത ശേഷം വല്ല തുണിയിലോ അല്ലെങ്കിൽ ഇതേപോലെ ടിഷ്യൂവിലോ നമുക്ക് ഇതേപോലെ വെക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ നന്നായി ചൂടായ ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക്. അപ്പോൾ നിങ്ങൾ ഷേപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. എപ്പോഴും ഷേപ്പ് ചെയ്ത ഉടനെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് നമ്മൾ മൈദയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഷേപ്പാക്കിയ ഉടനെ തന്നെ ഒരു പോർഷൻ ഷേപ്പാക്കിയ ഉടനെ തന്നെ അത് വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ട് കളറ് മാറുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ കോർമലാസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. താങ്ക് യു.